ഹായ് എല്ലാവർക്കും സനറ്റ്സ് റീസണിംഗ് ക്ലാസ്സസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ആൽഫബറ്റിൻ്റെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിലെ രണ്ടാമത്തെ ടൈപ്പിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമ്മൾ ആൽഫബറ്റിക്കൽ ഓർഡറിൽ എഴുതാനുള്ള ടൈപ്പ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ നെക്സ്റ്റ് മറ്റൊരു ടൈപ്പ് പ്രോബ്ലത്തിനെ കുറിച്ചും അതിനെ എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാന്നുള്ളത് എക്സാമ്പിൾ വെച്ചിട്ടുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ആൽഫബറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഈ ടൈപ്പിനെ നമ്മൾ പറയുന്ന പേരാണ് ഫോർമേഷൻ ഓഫ് വേർഡ്സ് യൂസിങ് ദ സ്പെസിഫൈഡ് ലെറ്റേഴ്സ് ഓഫ് എ കീവേഡ്. അതായത് നിങ്ങൾക്കൊരു കീ വേർഡ് തരും, ഒരു കീ ആയിട്ടുള്ള ഒരു വേർഡ് തരും. ആ വേർഡ് തന്നതിന് ശേഷം ആ വേർഡ്സിലെ ഏതാനും ലെറ്ററുകൾ ഉപയോഗിച്ചിട്ട് നിങ്ങളോട് മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു വേർഡ് ഉണ്ടാക്കാൻ വേണ്ടി പറയും. അത് വെച്ചിട്ട് അതിന്റെ കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നതാണ് ഇവിടെ. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. If it is possible to make only one meaningful English word with the second, fifth, eighth and 11th letters of the word development, which of the following will be the second letter of that word from the left end? If no such word can be made, give X as the answer, and if more than one such word can be made, give Y as the answer. അതായത് ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? If it is possible to make only one meaningful English word with the second, fifth, eighth and 11th letters of the word development. Development എന്ന് പറയുന്ന ഇതിലെ കീ വേർഡായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന ആ വേർഡിന്റെ സെക്കൻഡ്, ഫിഫ്ത്ത്, എയ്ത്ത്, 11th, അതായത് രണ്ടാമത്, അഞ്ചാമത്, എട്ടാമത്, 11ാമതായിട്ട് വരുന്ന അക്ഷരങ്ങൾ എടുത്തിട്ട് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന വേർഡിന്റെ വാക്കിന്റെ രണ്ടാമത്, അഞ്ചാമത്, എട്ടാമത്, 11ാമത്, ഓക്കെ, ഈ അക്ഷരങ്ങൾ എടുത്തിട്ട് ഒരു ഇംഗ്ലീഷ് വേർഡ്, മീനിങ് ഫുൾ ആയിരിക്കുന്ന ഒരു ഇംഗ്ലീഷ് വേർഡ് നിങ്ങളെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ, ഇഫ് ഇറ്റ് ഈസ് പോസിബിൾ, ഓക്കെ, ഒരൊറ്റ ഇംഗ്ലീഷ് വേർഡ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ, വിച്ച് ഓഫ് ദ ഫോളോയിങ് വിൽ ബി ദ സെക്കൻഡ് ലെറ്റർ ഓഫ് ദ വേർഡ് ഫ്രം ദ ലെഫ്റ്റ് എൻഡ്. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ആ ഉണ്ടാക്കിയ പുതിയ വാക്കിന്റെ ഇടത്തു നിന്നും തുടങ്ങുന്ന രണ്ടാമത്തെ അക്ഷരമാണ് നിങ്ങളുടെ ഉത്തരം. ഓക്കെ, ഇടത്തു നിന്നും തുടങ്ങുന്ന രണ്ടാമത്തെ അക്ഷരമാണ് നിങ്ങളുടെ ഉത്തരം. If no such word can be made, give X as the answer. നിങ്ങൾക്ക് അങ്ങനെ ഒരു വാക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ, ഓക്കെ, ഈ 4 അക്ഷരങ്ങൾ എടുത്തിട്ട് നിങ്ങൾക്കൊരു വാക്കേ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ X ആണ് നിങ്ങളുടെ ഉത്തരം. ഇനി അതല്ല, if more than one such word can be made, give Y as the answer. ഒന്നിൽ കൂടുതൽ വാക്കുകൾ നിങ്ങൾക്ക് ഈ 4 അക്ഷരങ്ങളും ഉപയോഗിച്ച് ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ Y ആണ് നിങ്ങളുടെ ഉത്തരം. അതായത് ഇവിടെ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന വേർഡിന്റെ രണ്ടാമത്, അഞ്ചാമത്, എട്ടാമത്, 11ാമതായിട്ട് വരുന്ന അക്ഷരങ്ങൾ എടുക്കുക, എന്നിട്ട് അതിൽ നിന്നും നിങ്ങളോട് ഒരു മീനിങ് ഫുൾ ഇംഗ്ലീഷ് വേർഡ് ഉണ്ടാക്കാനാണ് പറഞ്ഞത്. അങ്ങനെ നിങ്ങൾക്കൊരു വേർഡ് ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ ഇടത്തു നിന്നും രണ്ടാമതായിട്ട് വരുന്ന ആ വാക്കിന്റെ, പുതിയതായിട്ട് കിട്ടിയ ആ വാക്കിന്റെ അക്ഷരമാണ് നിങ്ങളുടെ ഉത്തരം. ഇനി അതല്ല, നിങ്ങൾക്ക് ഒരു വേർഡ് പോലും അത്തരത്തിൽ മീനിങ് ഫുൾ വേർഡ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിച്ചില്ല എങ്കിൽ X ആണ് ഉത്തരം. ഇവിടെ ഓപ്ഷൻ എ നോക്കിയാൽ X കാണാം. ഇനി അതല്ല, ഒന്നിൽ കൂടുതൽ വാക്കുകൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ Y ആണ് ഇവിടെ ഉത്തരം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഓപ്ഷൻ ഇ ആയിട്ട് നിങ്ങൾക്ക് Y ഇവിടെ കാണാം. ഓക്കെ, ഓപ്ഷൻ ഇ ആയിട്ട് Y ഇവിടെ കാണാം. പിന്നെ ഓപ്ഷൻ ബി നോക്കൂ, ഇ വന്നിട്ടുണ്ട്. ഓപ്ഷൻ സി നോക്കൂ, വി വന്നിട്ടുണ്ട്. ഓപ്ഷൻ ഡി നോക്കൂ, എൽ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് പൊസിഷൻസ് എടുക്കാം. ഓക്കെ, വേർഡ് ഏതാണ്? വേർഡ് ഡെവലപ്മെന്റ് ആണ്. ഓക്കെ, വേർഡ് ഡെവലപ്മെന്റ് ആണ്. ഡെവലപ്മെന്റില് ഏതൊക്കെയാ പറഞ്ഞത്? രണ്ടാമത്, അഞ്ചാമത്, എട്ടാമത്, 11ാമത്. അപ്പൊ ഡെവലപ്മെന്റ് എന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വിട്ട് എഴുതാം. ഓക്കെ, നമ്മൾ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്, ഓരോ അക്ഷരങ്ങൾക്കും ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് വേണ്ടത് 2, 5, 8, 11. ഓക്കെ, 2, 5, 8, 11 നോക്കൂ നിങ്ങൾ.
രണ്ടാമത്തെ ലെറ്റർ ഇ, അഞ്ചാമത്തെ ലെറ്റർ എൽ, എട്ടാമത്തെ ലെറ്റർ എം, 11ാമത്തെ ലെറ്റർ ടി. ELMT. ഓക്കെ, ELMT എന്ന് പറയുന്ന 4 ലെറ്ററുകളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ELMT. ഓക്കെ, ഇത് വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന വേർഡ് ഏതെന്ന് ചോദിച്ചാൽ മെൽറ്റ് ആണ്. മെൽറ്റ്. ഓക്കെ, മെൽറ്റ്. മെൽറ്റ് വേർഡ് ഏതാണ്? മെൽറ്റ് ആണ്. അപ്പോൾ ഇടത്തു നിന്നും എന്ന് പറയുമ്പോൾ, ഓക്കെ, ഇടത്തു നിന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വേർഡിന്റെ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മുടെ ലെഫ്റ്റ് തന്നെയാണ് ലെഫ്റ്റ്, ഓക്കെ, നമ്മുടെ റൈറ്റ് തന്നെയാണ് റൈറ്റ്. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് ടു റൈറ്റ് എന്ന് പറയുമ്പോൾ മെൽറ്റ് എന്ന് നമ്മൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ, ഓക്കെ, മെൽറ്റ് എന്ന് എഴുതി കഴിഞ്ഞാൽ അതിനകത്ത് കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും ഈ സൈഡാണ് ലെഫ്റ്റ് സൈഡ്, ഈ സൈഡാണ് റൈറ്റ് സൈഡ്. ഇടത്തുനിന്ന് രണ്ടാമതെന്ന് പറയുമ്പോൾ ഇടത്തുനിന്ന് ഫസ്റ്റ് ലെറ്റർ എം, രണ്ടാമത്തെ ലെറ്റർ ഇ. ഇ ആണ് ഇതിന്റെ ആൻസർ. ഓപ്ഷൻ ബി, ഇ ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, അപ്പൊ മെൽറ്റ്, മെൽറ്റിൽ ഇടത്തു നിന്ന് സെക്കൻഡ് ലെറ്റർ ഫ്രം ദ ലെഫ്റ്റ്, അത് ഇ ആണ്. ഓക്കെ, ഇടത്തു നിന്നും രണ്ടാമത്തെ ലെറ്റർ ഇ. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി, ഇ. ഓക്കെ, ഓപ്ഷൻ ബി, ഇ ആണ് നമ്മളുടെ ഉത്തരം. അപ്പൊ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തത് കൃത്യമായിട്ട് മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഓക്കെ, if it is possible to make only one meaningful English word with the first, fifth, seventh and 10th letters of the word streamline, using each letter once in each word, word ആണ്, word അല്ല, word ആണ്. Okay, which of the following is the third letter of that word? If no such word can be made, give X as the answer. If more than one such word can be made, give Y as the answer. അതായത് ഇവിടെ സ്ട്രീംലൈൻ എന്ന് പറയുന്ന കീവേഡ് നിങ്ങൾക്ക് കാണാം. അതിന്റെ ഫസ്റ്റ്, ഫിഫ്ത്ത്, സെവൻത്ത്, 11th, ഒന്നാമത്, അഞ്ചാമത്, ഏഴാമത്, 7th 10th ആണ്, 11th അല്ല 10th. ഫസ്റ്റ്, ഫിഫ്ത്ത്, സെവൻത്ത്, 10th, ഒന്നാമത്, അഞ്ചാമത്, ഏഴാമത്, 10ാമത്. ഓക്കെ, 10ാമത് 1, 5, 7, 10. ഓക്കെ, 1, 5, 7, 10 ഈ പൊസിഷനിൽ കാണുന്ന ലെറ്റേഴ്സ് എടുത്തിട്ട്, 4 ലെറ്റേഴ്സ് എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു വേർഡ് നിർമ്മിക്കാൻ ശ്രമിക്കുക. അതാണ് ഇഫ് ഇറ്റ് ഈസ് പോസിബിൾ. നിങ്ങൾക്ക് അങ്ങനെ നിർമ്മിക്കാൻ സാധിക്കുമെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ തേർഡ് ലെറ്റർ ഓഫ് ദാറ്റ് വേർഡ്. ഓക്കെ, അങ്ങനെ ഒരു മീനിങ് ഫുൾ വേർഡ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ ആ വേർഡിന്റെ 3ാമത്തെ അക്ഷരമാണ് നിങ്ങളുടെ ഉത്തരം. ഓക്കെ, ആ വാക്കിന്റെ 3ാമത്തെ അക്ഷരമാണ് നിങ്ങളുടെ ഉത്തരം. ഇനി നിങ്ങൾക്ക് ഒരു വാക്ക് പോലും, ഈ 4 അക്ഷരങ്ങളും ചേർത്ത് നിങ്ങൾക്ക് ഒരു വാക്ക് പോലും ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ എക്സ് ആണ് നിങ്ങളുടെ ഉത്തരം. അതല്ല, നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ വാക്കുകൾ ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ വൈ ആണ് നിങ്ങളുടെ ഉത്തരം. ഓക്കെ, ഈ 4 ലെറ്ററുകൾ ഏതൊക്കെയാണ്? പൊസിഷൻ ഫസ്റ്റ്, ഫിഫ്ത്ത്, സെവൻത്ത്, 10th, 1, 5, 7, 10 ഈ 4 പൊസിഷനിലുള്ള അക്ഷരങ്ങൾ എടുക്കുക. എന്നിട്ടൊരു മീനിങ് ഫുൾ വേർഡ് ഉണ്ടാക്കുക. ഒരൊറ്റ വേർഡ് മാത്രമേ കിട്ടുന്നുള്ളൂ എങ്കിൽ 3ാമത്തെ, ആ വേർഡിന്റെ 3ാമത്തെ അക്ഷരമാണ്. അപ്പൊ നോർമൽ കേസിൽ ചോദിക്കുകയാണെങ്കിൽ 3ാമത്തെ അക്ഷരം എന്ന് ചോദിച്ചാൽ ഇടത്തു നിന്ന് വലത്തോട്ടാണ്. ഓക്കെ, ഇടത്തു നിന്ന് വലത്തോട്ടാണ്. 3ാമത്തെ അക്ഷരമാണ് നിങ്ങളുടെ ഉത്തരം. ഇനി അതല്ല, ഒന്നിൽ ഒരു വേർഡ് പോലും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ എക്സ് ആണ് ഉത്തരം. ഒന്നിൽ കൂടുതൽ വേർഡുകൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിച്ചുവെങ്കിൽ വൈ ആണ് ഉത്തരം. ഓപ്ഷനിലേക്ക് പോയാൽ എ എൽ, ബി ഇ, സി എസ്, ഡി എക്സ്, ഇ വൈ. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് വേർഡ് എഴുതാം. വേർഡ് സ്ട്രീം ലൈൻ. ഓക്കെ, വേർഡ് ഏതാണ്? വേർഡ് സ്ട്രീം ലൈൻ. നമ്മൾക്ക് ഒന്ന് സ്പേസ് ഇടാം. ഓക്കെ, നമ്മൾ സ്പേസ് ഇട്ടു. ഇനി നമ്മൾ നോക്കുമ്പോൾ ആ പൊസിഷൻസ് 1, 5, 7, 10. ഓക്കെ, 1, 5, 7, 10. അപ്പൊ നമുക്ക് 4 അക്ഷരങ്ങളാണ് കിട്ടിയിരിക്കുന്നത്. SALE. ഓക്കെ, SALE. അവിടെ തന്നെ നമുക്കൊരു വേർഡായി സെയിൽ. ഓക്കെ, അവിടെ തന്നെ നമുക്കൊരു വേർഡ് കിട്ടി, സെയിൽ. വിൽപ്പന എന്നൊക്കെ പറയുന്ന വേർഡ്. ഓക്കെ, അർത്ഥം വരുന്ന സെയിൽ കിട്ടി ഓൾറെഡി. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഇതിൽ കൂടുതൽ ഉണ്ടോ എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പൊ തന്നെ ഒരു വേർഡായി. ഓക്കെ, ഇങ്ങനെ അക്ഷരങ്ങൾ എഴുതിയപ്പോ തന്നെ ഒരു വേർഡായി. ഇനി കൂടുതൽ വേർഡ് ഉണ്ടോ എന്ന് നോക്കാം. സെയിൽ. അടുത്ത വേർഡ് നമ്മൾ നോക്കിയ സീൽ. ഓക്കെ, SEAL. അപ്പൊ സെയിലും സീലും ഓക്കെയാണ്. 2 വേർഡുകൾ കിട്ടി. ഓക്കെ, ഇനി വേർഡ് ഉണ്ടോ നമ്മൾ തിരയണ്ട. കാരണം ഒന്നിൽ കൂടുതൽ വേർഡുകൾ കിട്ടിയാൽ ഏതാ ആൻസർ? വൈ ആണ് ആൻസർ. ഓപ്ഷൻ ഇ, വൈ ആണ് ആൻസർ. ഒന്നിൽ കൂടുതൽ വാക്കുകൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ഈ 4 അക്ഷരങ്ങൾ ഉപയോഗിച്ച് ഒന്നിൽ കൂടുതൽ വാക്കുകൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഏതാണ് ഉത്തരം? വൈ ആണ് ഉത്തരം. ഓക്കെ, then ഓപ്ഷൻ ഈസ് ഇ, ആൻസർ വൈ.
ഓക്കെ, ഓപ്ഷൻ ഇ, ദാറ്റ് ഈസ് ആൻസർ വൈ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ കീവേഡ് ഉപയോഗിച്ച് ആ കീവേഡിലെ ലെറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ പ്രോബ്ലം കാണുന്ന മെത്തേഡ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി എടുത്ത ആൽഫബറ്റിക്കൽ ഓർഡറിലെ പാർട്ട് 1 നമ്മൾ ഇട്ടിരുന്നു. അതിന്റെ പാർട്ട് 2 നമ്മൾ ഇടും. അതിന്റെ വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് പാർട്ട് 2 ഇടും. ഇത് പെട്ടെന്ന് വേഗത്തിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ടൈപ്പുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരൊറ്റ ടൈപ്പ് തന്നെ നിൽക്കാത്തത്. ഓക്കെ, അത് നമ്മൾ ഇടും, ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇത് രണ്ടാമത്തെ ടൈപ്പാണ്. ഓക്കെ, ഇത് രണ്ടാമത്തെ ഒരു ടൈപ്പാണ്. നമ്മൾ ഈ പറഞ്ഞ കീവേഡിന്റെ കുറച്ച് അക്ഷരങ്ങൾ തന്നിട്ട് ആ വേർഡ് വെച്ചിട്ട് ആ അക്ഷരങ്ങൾ വെച്ച് പുതിയ വേർഡ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ പഠിച്ചോളുക. പിന്നെ അതേപോലെ എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇട്ടേക്കുക. ഇന്നത്തെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.